ഗുഡ് ഈവനിങ്. എന്താണ് നമ്മളെ പഠനം? നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയോ? ബിഗിൻ ചെയ്തോ? യെസ്, വെരി ഗുഡ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് തോന്നുന്നു ഒരു 2025 കഴിഞ്ഞ, അല്ലെങ്കിൽ നമ്മളെ ലേറ്റസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ഇന്ത്യയിലെ അപൂർവം വിദ്യാർത്ഥികൾ പെട്ട ആളുകളായിരിക്കും നിങ്ങൾ. കാരണം ഈ ഒരു ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസ്കസ് ചെയ്യാനൊന്നും ആളുകൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഓക്കെ, അതില് തുടങ്ങിയിട്ടുള്ള അപൂർവം ചില കുറച്ച് ആളുകളാണ് നിങ്ങൾ എന്നുള്ള ആ ഒരു പ്രൗഡ് ആസ്പെക്ട് മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങാം. എനിവേ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഞാൻ കൈകാര്യം ചെയ്യുന്ന ടോപ്പിക്കുകളിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു ടോപ്പിക് വെച്ച് തുടങ്ങാം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് വന്നത് കേട്ടോ. കോംപ്രഹെൻഷൻ ടോപ്പിക് എന്ന് പറയുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് ആളുകൾ അതിനെടുക്കാറുള്ളത്. ഒന്ന്, അതൊരിക്കലും ഒരു റിപ്പീറ്റഡ് ആസ്പെക്റ്റിൽ ചോദ്യം ചോദിക്കാറില്ലല്ലോ, അപ്പൊ പിന്നെ അത് പഠിക്കേണ്ടതിന്റെ ആവശ്യം എന്താന്നുള്ള രീതിയിൽ അതിനെ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ജീവിതത്തിൽ ആദ്യമായി പാരഗ്രാഫ് വായിക്കാൻ പോണത് ആ എക്സാം ഹാളിൽ ഇരുന്നിട്ടായിരിക്കും. അങ്ങനെ ഒരു ടീമുണ്ട്. രണ്ടാമത്തെ ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആ ആൻസർ, എല്ലാ ആൻസറും ശരിയാവണം, എനിക്കത് 3 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സ്കിൽ എനിക്ക് വേണം എന്നുള്ളൊരു വാശിയോട് കൂടി ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ പ്രിപ്പറേഷന്റെ ഒരു റെക്കറന്റ് ആയിട്ട് തന്നെ കോംപ്രഹെൻഷൻ ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് പോയിരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ രണ്ടാമത്തെ ടീമിനായിരിക്കും എന്തുണ്ടാവുക, കോംപ്രഹെൻഷൻ പെട്ടെന്ന് ശരി ഉത്തരം ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പൊതുവെ കോംപ്രഹെൻഷന്റെ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് അല്ലാത്ത മറ്റ് സബ്ജക്റ്റുകാർ പൊതുവെ എന്താ പറയാ, മൈൻഡിൽ അവർ കീപ്പ് ചെയ്യാറുള്ള ഒരു പേടി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇംഗ്ലീഷുമായിട്ട് അത്ര കണക്ഷൻ ഇല്ലല്ലോ, ഞങ്ങള് ഇംഗ്ലീഷുമായിട്ട് അത്ര ടച്ച് ഇല്ലാത്ത ആളുകളല്ലേ, ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കൂലേ എന്ന് പറഞ്ഞൊരു സാധനം എപ്പോഴും മൈൻഡിൽ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒരു ടീച്ചറായിട്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടോ, ഒരു റിസർച്ച് സ്കോളർ ആയിട്ടോ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ വേണ്ട അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുമോ എന്നുള്ള സാധനം നമ്മളിൽ ചെക്ക് ചെയ്യുന്ന ഒരു ആസ്പെക്ട് മാത്രമാണ് നെറ്റിന് ചോദിക്കുന്ന കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷ് അല്ലാത്ത മറ്റ് ലാംഗ്വേജുകാരെ സംബന്ധിച്ച് അത്ര വലിയ ടഫായിട്ട് ചോദിക്കാറുമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ആ ഒരു കോംപ്രഹെൻഷൻ സ്കില്ലുണ്ടോ, അണ്ടർസ്റ്റാൻഡിങ് പവർ നമുക്ക് എത്തിയിട്ടുണ്ടോ, ആയിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളെപ്പോഴും കോംപ്രഹെൻഷന്റെ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ചെയ്യാനുള്ള ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ എങ്ങനെ ചെയ്യണം എന്നുള്ള സാധനങ്ങളുടെ ഒക്കെ ക്ലാസ്, കോംപ്രഹെൻഷന്റെ ക്ലാസ്സുകൾ കിട്ടി തുടങ്ങുന്ന സമയത്ത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ചെയ്യുകയും ചെയ്യും. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു കോംപ്രഹെൻഷന്റെ ചോദ്യം, ഒരു സ്പോട്ടിൽ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഹൗ കൻ വി ഡീൽ വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള സാധനമാണ്. ഇതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു സ്പീഡ് റീഡിങ് നമ്മൾ നടത്തണം എന്നുള്ളതാണ്. അതായത് ആ പാരഗ്രാഫ് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വേഗവായന. അതായത് രാവിലെ പേപ്പർ വന്നു കഴിഞ്ഞാൽ, രാവിലെ വീട്ടിൽ പത്രം ഇട്ട് കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ എവിടെയെങ്കിലും പോകാനോ കോളേജിൽ പോകാനോ ജോലിക്ക് പോകാനുള്ള തിരക്കിലായിരിക്കും. ആ തിരക്കിൽ നമ്മൾ പേപ്പറിന്റെ ഫ്രണ്ട് പേജ് വായിക്കുന്ന ഒരു ഓടിച്ചുള്ള വായന ഉണ്ടല്ലോ. അതായത് അതിൽ എന്ത് വാർത്തയാന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ജസ്റ്റ് ഹെഡ്ലൈൻ ഒക്കെ വായിച്ച് അതിന്റെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇൻഡെപ്തിൽ അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് നമ്മൾ പോയിട്ടുണ്ടാവില്ല. ബട്ട് വി നോ ദാറ്റ് അബൌട്ട് ദ ടോപ്പിക്. എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു വേഗ വായനയാണ് ആദ്യം നമ്മൾ കോംപ്രഹെൻഷന്റെ ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ, എന്റെ സംസാരം സ്പീഡ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത അത്രയും സ്പീഡിലേക്ക് ആവുന്നുണ്ടോ, ഓക്കെ ആണോ ഈ പേസ്? ഓക്കെ ആണ്. അപ്പൊ ആദ്യം ഒരു വേഗ വായന എന്തിനെ കുറിച്ചാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വേഗ വായന മാത്രം. പിന്നെ നമ്മൾ രണ്ടാമത് ഒരു വട്ടം കൂടി അതേ പാരഗ്രാഫിലേക്ക് വരണം. ഈ രണ്ടാമത്തെ വായനയിൽ നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കണം. സെന്റൻസ് ബൈ സെന്റൻസ് അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വായനയുണ്ട്. ചിലപ്പോ അതിലെ വാക്കുകളിൽ ചിലതിന്റെ ഒന്നും മീനിങ് നമുക്ക്, ചിലപ്പോൾ ചില വാക്കുകളുടെ അർത്ഥമൊന്നും നമുക്ക് അറിയണ്ടാവില്ല. പക്ഷെ അങ്ങനെ വാക്കുകളുടെ അർത്ഥം അറിയണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം അതിന്റെ അയൽവാസി സെന്റൻസിന്റെയും അതിന്റെ അപ്പുറത്തെയും ഇപ്പുറത്തെയും വാക്കുകളുടെയും സെന്റൻസുകളുടെയും ഒക്കെ ഗ്രാസ്പ് ചെയ്തുകൊണ്ട് ഇതിന്റെ അർത്ഥം ഇന്നതായിരിക്കും എന്നുള്ള ഊഹിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ എത്തണം. ആ രണ്ടാമത്തെ വായനയാണ് അർത്ഥം മനസ്സിലാക്കി വായിക്കല്. മൂന്നാമത്തെ വായനയിലെ നമ്മൾ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ആദ്യത്തെ വായന വേഗ വായന, രണ്ടാമത്തെ വായന അർത്ഥം മനസ്സിലാക്കി വായിക്കല്, മൂന്നാമത്തെ വായനയിൽ മാത്രമാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാനുള്ള വായന വായിക്കേണ്ടത്.
ഓക്കെ, ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കോംപ്രഹെൻഷന്റെ ചോദ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആദ്യം 3 വായനയിലൊന്നും ഒതുങ്ങൂല, 4ഉം 5ഉം ചിലപ്പോൾ 10 വായിച്ചാൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമുക്ക് ഇതായിരുന്നില്ലല്ലോ പണി. നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ച് അർത്ഥം മനസ്സിലാക്കി ചോദ്യത്തിന് ഉത്തരം എഴുതലായിരുന്നില്ലല്ലോ നമ്മുടെ ജോലി. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി ലൈഫ് റുട്ടീനിലൊന്നും അത് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ വായന ചിലപ്പോൾ പതുക്കെ ആയിട്ടുണ്ടാവും, എസ്പെഷ്യലി ഇംഗ്ലീഷ് ഒക്കെ ആവുന്ന സമയത്ത്. അപ്പൊ നമുക്ക് ആകെയുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് മോർ എന്നുള്ളതാണ്. ഒരുപാട് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് വായിക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു വായനയിൽ ചിലപ്പോൾ എന്ത് ഉണ്ടാവും, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാനെടുക്കുമ്പോൾ നമുക്കൊരു 10 വായിച്ചാലേ മീനിങ് മനസ്സിലാവുണ്ടാവുള്ളൂ. പിന്നെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മളത് 5 വട്ടം വായിക്കുന്നതിലേക്ക് 4-3 വട്ടത്തിലേക്ക് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ എനിവേ നമുക്ക് ആ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കാം. ഐ വിൽ ഗിവ് യു ഒരു എത്ര സമയം തരാ നിങ്ങൾക്ക് ഇപ്പം, ഒരു മാക്സിമം ഒരു 2 മിനിറ്റ് തരാം. അതിനുള്ളിൽ ഇതൊന്ന് പെട്ടെന്ന് വായിക്കുക. എന്നിട്ട് ചാറ്റ് ബോക്സിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് മാത്രം പറയാം. എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ്, വാട്ട് ദ ഐഡിയ ഡിസ്കസിങ് ഇൻ ദിസ് പാരഗ്രാഫ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. 2 മിനിറ്റ് തരാം, മാക്സിമം 2 മിനിറ്റ്. സ്പീഡ് റീഡ് ചെയ്യുക. വായിച്ചു കഴിഞ്ഞവർ എന്തിനെ കുറിച്ചാണെന്നാണോ നിങ്ങൾക്ക് മനസ്സിലായത് അത് ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. വായിച്ചു കഴിഞ്ഞവർ തംസ് അപ്പും ചെയ്യാം കേട്ടോ. യു ക്യാൻ സ്റ്റാർട്ട് നൗ. വായിച്ചു കഴിഞ്ഞവർ ജസ്റ്റ് തംസ് അപ്പ് ചെയ്യുക. എന്താ മനസ്സിലായെന്ന് ജസ്റ്റ് ഒന്ന്. ധർമ്മ എന്ന വേർഡിന്റെ ഉപയോഗം പുള്ളിയാണ് ഹീറോ. പിന്നെ അർത്ഥശാസ്ത്രവരുടെ ആൻഷ്യൻ നിയമ സംഹിത. ഗുഡ്, വെരി ഗുഡ്. ധർമ്മ, ഗുഡ്. ധർമ്മ, സയൻസ് ഓഫ് ധർമ്മ, ഗുഡ്. കൗടില്യ. ഞാനും എന്റെ സ്ക്രീനും അടക്കം 27 ആൾക്കാരുണ്ട്, വിച്ച് മീൻസ് 25 പേരുണ്ട് നിങ്ങള്. അതില് 1 2 3 4 5 പേര് മാത്രമാണ് റെസ്പോണ്ട് ചെയ്തത്. ബാക്കി 20 പേര് വേഗ വായനയാട്ടോ. മനസ്സിലാക്കിയുള്ള അർത്ഥം മനസ്സിലാക്കിയുള്ള വായനയിലേക്കല്ല, ജസ്റ്റ് രാവിലെ പത്രം വന്നാലുള്ള അങ്ങനെയൊക്കെ. കൗടില്യ അബൌട്ട് ധർമ്മ. ഓക്കെ, നോക്കാം. ധർമ്മയെ കുറിച്ചാണ്. ധർമ്മത്തെ കുറിച്ച് കൗടില്യൻ പറയുന്നത് എന്താണ്, അയാളുടെ ആശയം എന്താണ് എന്നുള്ളതാണ് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ പാരഗ്രാഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആക്ച്വലി എന്ത്, വേഗവായന. അപ്പൊ വേഗവായന വായിച്ചപ്പോ നമുക്ക് എന്ത് മനസ്സിലായി, കാര്യം മനസ്സിലായി, ഇതിനെ കുറിച്ചാണ്. അപ്പൊ ഇനി ആ പാരഗ്രാഫ് വായിക്കുമ്പോ ഒക്കെ നമ്മളെ മൈൻഡിൽ വരേണ്ടത് ധർമ്മയും കൗടില്യയും സയൻസ് ഓഫ് ധർമ്മയും മാത്രമാണ്. അപ്പൊ അതിൽ ഏത് സെന്റൻസ് വായിക്കുമ്പോഴും നമുക്ക് അത് രണ്ടുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ത്വര വരും. അപ്പൊ നമ്മുടെ ഏകദേശം മീനിങ് കണക്ട് ആയി വരും. ഇനി നമ്മൾ സെന്റൻസ് ബൈ സെന്റൻസ് എന്ത് ചെയ്യാൻ പോവാണ്, മീനിങ് മനസ്സിലാക്കി വായിക്കാൻ പോവാണ്. ലുക്ക് അറ്റ് ദ പാരഗ്രാഫ്. The use of the term dharma for law, nevertheless, was neither universal nor inevitable. അതായത് ധർമ്മ എന്ന് പറയുന്ന വാക്ക്, ഓക്കെ, അതായത് ധർമ്മം ഒരു നിയമമാണെന്നാണല്ലോ പറയാ. ആ നിയമത്തിന്റെ ഭാഷയിൽ നമ്മൾ, അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ധർമ്മം എന്ന് പറയുന്ന ടേമിനെ ഉപയോഗിക്കുമ്പം ഇറ്റ് വാസ് നെയ്തർ യൂണിവേഴ്സൽ നോർ ഇന്നവിറ്റബിൾ. അതെന്തായിരുന്നില്ല, അതൊരു യൂണിവേഴ്സൽ ആസ്പെക്റ്റും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനിവാര്യത എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റും. അതായത് നമുക്ക് ഒരു ധർമ്മത്തിന്റെ ഒരു കാര്യത്തെ നമുക്ക് യൂണിവേഴ്സൽ ആയിട്ട് പറയാൻ പറ്റില്ല, അത് കോണ്ടെക്ച്വൽ ആയിട്ട് മാറി. നമ്മൾ നീതിയെ പറ്റി പറയുന്നത് പോലെയാണ്. ഓക്കെ, ആർക്കാണ് ഏറ്റവും കൂടുതൽ നീതി കിട്ടേണ്ടത് എന്നുള്ളത്. ഇപ്പം മമ്മൂട്ടിന്റെ എന്തായിരുന്നു ഗ്രേറ്റ് ഫാദർ കാണുന്ന സമയത്ത്, ഗ്രേറ്റ് ഫാദർ കാണുന്ന സമയത്ത് അതിൻ്റെ അകത്ത് അയാൾ പറയുന്നുണ്ട് അച്ഛന്റെ നീതിയാണ് നടപ്പാക്കിയത്. അപ്പൊ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് അയാൾ ചെയ്തത് തെറ്റാണ്, പക്ഷെ ഒരു അച്ഛന്റെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റൈറ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ധർമ്മ എന്ന് പറയുന്ന ഒരു സാധനം അതിനൊരിക്കലും നമുക്ക് യൂണിവേഴ്സൽ ആയിട്ടും പറയാൻ പറ്റില്ല, ആൻഡ് ഇറ്റ് വാസ് എന്താ പറയാ, അതൊരു അനിവാര്യമായിട്ടുള്ള ഘടകമാണെന്നും. രണ്ടിന്റെയും ഇടയിലുള്ള, ചില സമയത്ത് അത് അനിവാര്യതയാണ്, ചില സമയത്ത് അത് യൂണിവേഴ്സൽ ആണ്, ചില സമയത്ത് രണ്ടുമല്ലാത്തൊരു ആസ്പെക്റ്റിൽ നിൽക്കുന്ന ഒരു ഘടകമാണ് എന്ത്, ധർമ്മ എന്ന് പറഞ്ഞൊരു സാധനം. ഇനി this is born out by the 1st century CE author. CE means ക്രിസ്തു വർഷം, ക്രിസ്ത്യൻ എറ എന്നുള്ളതാണ് കേട്ടോ. 1st century ക്രിസ്ത്യൻ എറ ഓദർ കൗഡില്യാസ് കമ്പൻഡിയം. കമ്പൻഡിയം എന്ന് പറഞ്ഞാൽ അയാളുടെ കളക്ഷൻ ഓഫ് വർക്ക് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കമ്പൻഡിയം, ട്രീറ്റൈസ് ഓൺ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അർത്ഥശാസ്ത്ര. അതായത് കൗഡില്യന്റെ, അതായത് ഒന്നാം ക്രിസ്തുവർഷത്തിൽ ജീവിച്ചിരുന്ന കൗഡില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അകത്താണ് ഈ ധർമ്മം എന്ന് പറയുന്ന ആശയം ശരിക്കും സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത്. The significance of Kaudilya's work for the history of law in India rests primarily on the fact that
it provides a different and in many respects unique lens into that history. അതിനെ മുറിച്ചു വായിക്കുക. The significance of Kaudilya's work, കൗഡില്യന്റെ ആ പുസ്തകത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് for the history of law, അതായത് നിയമസംഹിതയുടെ ചരിത്രം എടുക്കുന്ന സമയത്ത്, ഇന്ത്യയിലെ നിയമസംഹിതയുടെ ചരിത്രം എടുക്കുന്ന സമയത്ത് കൗഡില്യന്റെ വർക്കിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് റെസ്റ്റ് പ്രൈമർലി ഓൺ ദ ഫാക്ട് ദാറ്റ് അത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് that it provides a different and in many respects unique lens into that history. അതായത് അതിന് പല പെർസ്പെക്റ്റീവ്, ഡിഫറെന്റ് ആൻഡ് മെനി റെസ്പെക്ട് യുണീക്ക് ലെൻസ്, അതായത് ചില കേസിൽ അത് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഓരോ കോണ്ടെക്സ്റ്റിലും അത് പല രീതിയിലാണ് ധർമ്മം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഫിലോസഫിക്കൽ സാധനം വർക്ക് ചെയ്യുന്നത് മനസ്സിലാവും. ചില സമയത്ത് അതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണെന്ന് നമുക്ക് തോന്നും. അത് ചരിത്രത്തിലുള്ള പല ഘടകങ്ങൾ എടുക്കുമ്പോഴും അതിന്റെ ഒരു അവസ്ഥ അതാണ്. ഈ നീതിയെ കൊണ്ട് പറഞ്ഞതുപോലെ ഒരു സാധനം. ഹിസ് ട്രീറ്റൈസ്, ആരുടെ ട്രീറ്റൈസ് എന്ന് പറഞ്ഞാൽ അയാള് പ്രപ്പോസ് ചെയ്ത കാര്യം എന്നുള്ളതാണ് കേട്ടോ. ആരുടെ? കൗഡില്യയുടെ. ബിലോങ്സ് ടു എ ഡിസ്റ്റിങ്ക്ട് സ്കോളാർലി ട്രഡീഷൻ വിത്ത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രയോറിറ്റി ഡിഫറെന്റ് ഫ്രം ദോസ് റെപ്രസെന്റഡ് ബൈ ദ സയൻസ് ഓഫ് ധർമ്മ. അതായത് അർത്ഥശാസ്ത്രവും ധർമ്മശാസ്ത്രവും, അതായത് ധർമ്മശാസ്ത്രനെയാണ് സയൻസ് ഓഫ് ധർമ്മ എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ധർമ്മത്തിന്റെ അകത്തേക്ക് പൊളിറ്റിക്സും കൂടി ചേർന്നിട്ടുള്ള ഒരു സാധനം, ഒരു വേർഷൻ ആണ് വരിക. എക്കണോമിക്സിന്റെ പോലൊരു ചൊവ്വയുള്ള സാധനമാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ധർമ്മശാസ്ത്രം പ്യൂർലി ധർമ്മമാണ്. ആ ധർമ്മശാസ്ത്രയിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയ, അതായത് പൊളിറ്റിക്കൽ പ്രയോറിറ്റീസും സോഷ്യൽ പ്രയോറിറ്റീസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ധർമ്മശാസ്ത്രയിലെ റൂളുകളിൽ നിന്നും റെഗുലേഷനിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കൗഡില്യൻ മുമ്പോട്ട് വെച്ചത്. ദ പ്രൈമറി ഡിസിപ്ലിൻ ഡിവോട്ടഡ് ടു ജുറിസ്പ്രുഡൻഷ്യൽ റിഫ്ലക്ഷൻ വിത്തിൻ ദ ബ്രാഹ്മണിക്കൽ സ്കോളാസ്റ്റിക് ട്രഡീഷൻ. അതായത് ധർമ്മശാസ്ത്രത്തിന്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രാഹ്മണിക്കൽ സാധനങ്ങളുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മിൻസിന്റെ ഒരു ജീവിത രീതിയുമായിട്ടും അവരുടെ വിശ്വാസങ്ങളുമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് ധർമ്മശാസ്ത്രം. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എഴുതപ്പെട്ട സാധനമാണ്. അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് അർത്ഥശാസ്ത്രം ആരെഴുതിയത്? കൗഡില്യ എഴുതിയത്. ഇത്രയും പറഞ്ഞതിന്റെ ചുരുക്കതാണ്. അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ചിലപ്പോൾ ചില വാക്കുകളൊന്നും നമുക്ക് കണക്ട് ആവുന്നുണ്ടാവില്ല, പക്ഷെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് അതിന്റെ മീനിങ് എന്ത് ചെയ്യാൻ പറ്റണം? കണക്ട് ചെയ്യാൻ പറ്റണം. ഈ നോക്കേ, ബാക്കി വായിക്കാം. Kaudilya makes no attempt to reduce the variety of laws within society into the single category of dharma. അതായത് സൊസൈറ്റിയിൽ ധർമ്മം എന്നുള്ളതിനെ കുറിച്ച് പല ആശയങ്ങളും നിലനിൽക്കുന്നുണ്ട്, പല പെർസ്പെക്റ്റീവുകളും നിലനിൽക്കുന്നുണ്ട്. ആ പെർസ്പെക്റ്റീവുകളെ മൊത്തം ഒരു സിംഗിൾ ലോക്കകത്തേക്ക്, സിംഗിൾ കാറ്റഗറി ഓഫ് ധർമ്മക്കകത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമൊന്നും ആരും നടത്തിയിട്ടില്ല. കൗഡില്യൻ നടത്തിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ കടന്നുകയറ്റങ്ങളൊന്നുമല്ല അദ്ദേഹം നടക്കുന്നത്. ആൻഡ് ഇൻഡീഡ് we do not find a single comprehensive term within the treatise on politics to refer to law as such, or even to the broad areas of religious and secular norms covered by the term dharma within the discourse of the science of dharma. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ട്രീറ്റേഴ്സ് ഓൺ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അർത്ഥശാസ്ത്രം എടുത്ത് വായിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ളതോ സെക്യുലർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളുടെ പോലെയുള്ള രീതിയിലൊന്നും ധർമ്മം എന്ന് പറയുന്ന വാക്കിനെ ഡിഫൈൻ ചെയ്തതായിട്ട് എസ്പെഷ്യലി ആ രീതിയിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ റിലീജിയസ് ആയിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള പോലെയുള്ള ബ്രാഹ്മണിക്കൽ നൊട്ടേഷൻസ് ഉള്ള ഒരു കോംപ്രഹെൻസീവ് ഡെഫിനിഷൻ നമുക്ക് ധർമ്മത്തെ കുറിച്ച് എവിടെ കാണാൻ പറ്റൂല? അർത്ഥശാസ്ത്രത്തിൽ കാണാൻ പറ്റില്ല. കാരണം അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ കൗഡില്യൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ആൻഡ് വാട്ട് ഇസ് ക്ലിയർ, ഇനി എന്താണ് ഏറ്റവും വ്യക്തമായത് എന്ന് വെച്ചാൽ, ഹൗവർ എങ്ങനെയായാലും ഈസ് ദാറ്റ് കൗഡില്യ ബോത്ത് ഫോർമലി ആൻഡ് ഇൻ ഒബിറ്റർ ഡിക്റ്റ എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ ടേം ആണ്. വിച്ച് മീൻസ് പറയേണ്ട കാര്യത്തെ പറയേണ്ട പോലെ പറയാ, അല്ലെങ്കിൽ തിങ്സ് സേ ആസ് ഇറ്റ് ഈസ്, കാര്യങ്ങളെ അതായി തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതിന് പറയുന്ന ഒരു ലാറ്റിൻ ടേം ആണ് ഒബിറ്റർ ഡിക്റ്റ എന്നുള്ള വാക്കിട്ടോ. വാട്ട് ഇസ് ക്ലിയർ, വ്യക്തമായ കാര്യം എന്താന്ന് വെച്ചാൽ ഈസ് ദാറ്റ് കൗഡില്യ ബോത്ത് ഫോർമലി ആൻഡ് ഇൻ ഒബിറ്റർ ഡിക്റ്റ ആർഗ്യൂസ് ഫോർ ദ പ്ലൂരാലിറ്റി ഓഫ് ലോ. അതായത് നിയമം എന്ന് പറയുന്നതിൽ എപ്പോഴും ഒരു പ്ലൂരാലിറ്റി ഉണ്ട്. അതായത് അത് ഓരോ കണ്ണിലൂടെ നോക്കുമ്പോഴും ഓരോ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴും അതിന് ഓരോ വശമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിനാണ് പ്ലൂരാലിറ്റി ഓഫ് ലോ എന്ന് പറയുന്നത്. അപ്പൊ പുള്ളി പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു സിംഗിൾ സാധനത്തിന്റെ അകത്തേക്ക് അതിനെ കമ്പൈൻ ചെയ്തൊരു സിംഗിൾ ധർമ്മയായിട്ട് പറയാൻ പറ്റൂല. ബിക്കോസ് ധർമ്മത്തിന് ലോക്ക് എപ്പോഴും ഒരു പ്ലൂരാലിറ്റി ഉണ്ട്, അത് കോണ്ടെക്സ്റ്റഡ് ആണ്. ഇനി ലോ ഇസ് നോട്ട് വൺ ബട്ട് മൾട്ടിപ്പിൾ. നിയമം എന്ന് പറയുന്ന ഒരു നിയമം എന്നുള്ളതല്ല, അതിന്റെ മൾട്ടിപ്പിൾ വേർഷൻസ് ഉണ്ട്. നമ്മൾ ഗ്രേറ്റ് ഫാദർ പറഞ്ഞതുപോലെ
ഓക്കെ, അതിന് പല പല പെർസ്പെക്റ്റീവിലും അതിന് പല നീതിയായിട്ട് നമുക്ക് തോന്നും. ഓൾദോ എന്നിരുന്നാലും ഹിസ് ടെക്സ്റ്റ് ഈസ് ലേറ്റർ ദാൻ ദ ഏർലിയസ്റ്റ് ഡോക്യുമെന്റ് ഓഫ് ദ സയൻസ് ഓഫ് ധർമ്മ. ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിന് ധർമ്മത്തെ കുറിച്ചൊരു സിംഗിൾ പെർസ്പെക്റ്റീവിൽ കൗടില്യൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആദ്യ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ധർമ്മത്തെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ ഡോക്യുമെന്റുകൾ എടുക്കുമ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രീയെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കൺസിഡർ ചെയ്യാറുള്ളത്. ഇറ്റ് നെവർത്ത്ലെസ് എങ്കിലും taps into an alternate intellectual history that probably ran parallel to the one represented by the science of dharma. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ ധർമ്മശാസ്ത്ര സയൻസ് ഓഫ് ധർമ്മയുടെ കൂടെ അതിന് സമാന്തരമായി ഓടിക്കൊണ്ടിരുന്ന മറ്റൊരു ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് ആയിരുന്നു എന്ത്, ഈ പറഞ്ഞ കൗടില്യന്റെ അർത്ഥശാസ്ത്രം. ഇതാണ് ഇതിന്റെ മീനിങ്. ഇത്രയും ക്ലിയർ ആണോ? സമയമെടുത്താണെങ്കിലും ഇങ്ങനെ മുറിച്ച് വായിച്ച് നമ്മൾ അതിന്റെ മീനിങ് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ കുറേ സമയം എടുക്കും, ഒരുപാട് സമയം, ഒരു കുഞ്ഞു പാരഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ, അതിന്റെ മീനിങ് ഗ്രാസ്പ് ചെയ്യാൻ ചിലപ്പം 1 മണിക്കൂറിലേറെയൊക്കെ നമ്മൾ എടുത്തുനിന്ന് വരും. പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ടത് ഒരൊറ്റ കാര്യമുള്ളൂ. തൊട്ടടുത്ത ക്വസ്റ്റ്യനുകളൊക്കെയും തൊട്ടടുത്ത തവണ കോംപ്രഹെൻഷൻ ചെയ്യുമ്പോഴൊക്കെയും ഞാൻ സമയം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം ഉറപ്പുവരുത്തിയാൽ മതി. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചോദ്യം വായിച്ച് അതിന്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഓൾറെഡി ചോദ്യത്തിന്റെ അകത്ത് ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഇതിലെവിടെയാണ് ആ ആൻസറിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഐഡന്റിഫൈ എന്നുള്ളൊരു സംഭവം. ആദ്യത്തെ നമുക്കൊന്ന് വായിച്ചേക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ സിമ്പിൾ ടേംസ്, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ ഒന്ന് സൂം ചെയ്താൽ കുറച്ചുകൂടി വലുതായിട്ട് കാണാം കേട്ടോ. In simple terms, the first line of the given passage means. ഓക്കെ, വളരെ ചുരുക്കി പറഞ്ഞാൽ തന്നിരിക്കുന്ന പാരഗ്രാഫിന്റെ ആദ്യത്തെ ലൈൻ, ആദ്യത്തെ വരി അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചത്. ആദ്യത്തെ വരി എന്താ? ദ യൂസ് ഓഫ് ദ ടേം ധർമ്മ ഫോർ ലോ. നിയമത്തിന്റെ കണ്ണിലൂടെ ധർമ്മം എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ ഉപയോഗിച്ചാൽ was neither universal nor ഇന്നെവിറ്റബിൾ. അതിന്റെ നിങ്ങൾ സെൻസ് ചെയ്ത മീനിങ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ശരി ഉത്തരം പറഞ്ഞിട്ട് ബാക്കി 3 എന്തുകൊണ്ട് തെറ്റായി എന്നുള്ളത് പറയാം. ഓക്കെ, വി കാൻ ലുക്ക് അറ്റ് ദ റൈറ്റ് ഓപ്ഷൻ. ഓപ്ഷൻ 3, there was nothing unavoidable or globally acceptable about the use of the word dharma for law anyway. അതായത് നമുക്ക് ധർമ്മം എന്ന് പറയുന്ന സാധനം യൂണിവേഴ്സൽ അല്ല. കാരണം എല്ലാ കോണ്ടെക്സ്റ്റിലും അത് ഒരുപോലെയല്ല വർക്ക് ചെയ്യുന്നത്. ഗ്ലോബലി അക്സെപ്റ്റബിൾ അല്ല. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു ധർമ്മ നിങ്ങളെ സംബന്ധിച്ച് അത് ധർമ്മയായിക്കൊള്ളും, നിങ്ങളെ സംബന്ധിച്ച് അത് അധർമ്മമായിരിക്കാം. അപ്പൊ ഈ ധർമ്മ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഗ്ലോബലി അക്സെപ്റ്റബിൾ അല്ല. അത് ഓരോ കോണ്ടെക്സ്റ്റിലും മാറിക്കൊണ്ടേയിരിക്കും. അതാണ് എന്തിൽ പറഞ്ഞത്, നെയ്തർ യൂണിവേഴ്സൽ എന്നുകൊണ്ട് അർത്ഥമാക്കിയത്. ഇനിയോ നത്തിങ് അൺഅവോയ്ഡബിൾ, അതായത് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒഴിവാക്കാനും പറ്റൂല. ഇന്നവിറ്റബിൾ ആണ്. ഇന്നവിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ, അനിവാര്യമാണ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പൊ ഇന്നവിറ്റബിളും ആണ്, അതിനെ ഒഴിവാക്കാനും പറ്റൂല. അതെന്നാൽ എന്തല്ല, ഗ്ലോബലി അക്സെപ്റ്റബിളും അല്ല. ആ ടേം ആണ്, അല്ലെങ്കിൽ ആ ഓപ്ഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരാം. ഇപ്പൊ ആദ്യത്തെ ഓപ്ഷൻ വായിച്ചു നോക്കുക. ദർ വാസ് നത്തിങ് അത് ശരിയാണ്, ആദ്യത്തെ കഷ്ണം ശരിയാണ് അല്ലെ. നത്തിങ് അൺഅവോയ്ഡബിൾ ഓർ ലോക്കലി ആക്സെപ്റ്റബിൾ, അവിടെ തെറ്റി. കാരണം മറ്റൊരുത്ത് യൂണിവേഴ്സൽ എന്നുള്ള ടേം ഉപയോഗിച്ച്, യൂണിവേഴ്സൽ എന്നുള്ള ടേം ഉപയോഗിച്ചെടുത്ത് ഒരിക്കലും നമുക്ക് ലോക്കലി എന്ന് പറയുന്ന ടേമുമായിട്ട് വെച്ചു മാറാൻ പറ്റൂല. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷനെ നമുക്ക് വെട്ടിക്കളയാം. ഇനി രണ്ടാമത്തെ നോക്കുക. ദർ വാസ് നത്തിങ് ഇന്നവിറ്റബിൾ, നത്തിങ് ഇന്നവിറ്റബിൾ, അതൊക്കെ കറക്റ്റ്, അവിടെയുള്ള സാധനം ഇവിടേക്ക് ഉപയോഗിച്ചു. ഓർ മീനിങ് ഫുൾ അബൌട്ട് ദ യൂസ് ഓഫ് ദ വേർഡ് ധർമ്മ ഫോർ ലോ എനിവേ. മീനിങ് ഫുൾ എന്നല്ല അവിടെ ഉപയോഗിച്ചത് അല്ലെ. ഗ്ലോബലി അക്സെപ്റ്റബിൾ അല്ല, കോണ്ടെക്സ്റ്റൽ ആണെന്നുള്ള അർത്ഥമാണ് മീനിങ് ഫുൾ. ആദ്യത്തെ കഷ്ണം ശരിയാണ്, രണ്ടാമത്തെ കഷ്ണം എന്തല്ല, ശരിയല്ല. സോ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്ക്. ദർ വാസ് nothing permanent or unavoidable about the use of the word dharma for law. പെർമനന്റ് എന്ന് പറയുന്ന നത്തിങ് പെർമനൻസി ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലാ കോണ്ടെക്സ്റ്റിലും അത് ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ളൂ. പെർമനൻസി ഒക്കെ ഉണ്ട്, എല്ലാ കോണ്ടെക്സ്റ്റിലും അത് ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ളൂ. അപ്പൊ ഓപ്ഷൻ 4 നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. കത്തിയോ? ഓപ്ഷൻ 3 എന്തുകൊണ്ട് ആൻസർ ആയി എന്നുള്ളത് കത്തിയിട്ടുണ്ടോ, അതോ പുകഞ്ഞോ, എന്താ സംഭവിച്ചത്? യെസ്, ഒരാൾ ഓക്കെ, ബാക്കിയുള്ളവർ യെസ്, വെരി ഗുഡ്. Can we move to the next question? We are moving to the second question.
This is the second one. Yeah, this is the second one. രണ്ടാമത്തെ ചോദ്യം നോക്കിയാ, which of the following is concerned primarily with the jurisprudential reflection according to Brahmanical scholastic tradition? Brahmanical scholastic tradition വെച്ച് നോക്കുമ്പം, അതായത് ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ സിസ്റ്റത്തിന്റെ അകത്ത് നോക്കുമ്പം അവരുടെ ജുറിസ്പ്രുഡൻഷ്യൽ റിഫ്ലക്ഷൻ കാണിക്കുന്ന പ്രൈമറി ടെക്സ്റ്റ് ഏതായിരുന്നു? അത് കണ്ടുപിടിക്കാൻ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ബ്രാഹ്മണിക്കൽ സംവിധാനത്തെ കുറിച്ച് പറയുന്ന സെന്റൻസ് ഇവിടെ എവിടായിരുന്നു നോക്കിയാൽ മതി. ഇതാ ബ്രാഹ്മണിക്കൽ സ്കോളാസ്റ്റിക് ട്രഡീഷൻ എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു. ഓക്കെ, ഇതാ 1, 2, 3, 4, 5, 6ാമത്തെ ലൈനില്. ആ ലൈനിന്റെ അകത്ത് എന്തുണ്ടാവും? ഇതിന്റെ ഉത്തരം ഉണ്ടാവും. ഇത് സയൻസ് അത് അവിടെ ഉണ്ട്. സയൻസ് ഓഫ് ധർമ്മ, ദ പ്രൈമറി ഡിസിപ്ലിൻ ഡിവോട്ടഡ് ടു ജുറിസ്പ്രുഡൻഷ്യൽ റിഫ്ലക്ഷൻ. ഈസി ആയിട്ട് പറയാം എന്ത് ധർമ്മശാസ്ത്രയാണ്. നീതിശാസ്ത്രയെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് വരൂല. പിന്നെ കൺഫ്യൂഷൻ ആവുക അർത്ഥശാസ്ത്രയാണോ ട്രീറ്റേഴ്സ് ഓൺ പൊളിറ്റിക്സ് ആണോ എന്നുള്ളതാണ്. ഇതില് ബ്രാഹ്മണിക്കൽ സ്കോളാസ്റ്റിക് ട്രഡീഷനുമായിട്ട് ഈ സെന്റൻസിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ധർമ്മശാസ്ത്രയാണ്. സോ ഓപ്ഷൻ 3 വിൽ ബി ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? കുറച്ചുകൂടി ഈസി ക്വസ്റ്റൻ ആണ്. മറ്റേ അത്ര കോംപ്ലക്സിറ്റി ഒന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് സെന്റൻസിന്റെ അകത്ത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കീവേഡ് ഫൈൻഡ് ചെയ്താൽ ആ കീവേഡ് പാരഗ്രാഫിൽ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ അയൽവാസി വാക്കുകളിൽ നിന്നും ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യണേ. യെസ്, the word comprehensive in the passage can be replaced by the word. അതായത് ഇതിലെ കോംപ്രഹെൻസീവ് എന്ന് പറയുന്ന ടേം, കോംപ്രഹെൻസീവ് എന്ന് പറയുന്ന ടേം എത്ര എവിടെയാ വന്നേ? 1, 2, 3, 4, 5, 6, 7, 8. 8ാമത്തെ ലൈനിലാണ് കോംപ്രഹെൻസീവ് എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് പകരം നമുക്ക് ഏത് വാക്കിനെ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് നോക്കുന്നത്. നോക്കാം, ആ സെന്റൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കൗഡില്യ മേക്സ്, ഇവിടെ ആണ് കേട്ടോ, ഇവിടെ ഹിയർ. കൗഡില്യ മേക്സ് നോ അറ്റംപ്റ്റ് ടു റെഡ്യൂസ് ദ വെറൈറ്റി ഓഫ് ലോസ്. ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥിതിയെ ഒറ്റ ലോക്കകത്തേക്ക് ചുരുക്കി കൊണ്ടുവരാനൊന്നും ആര് ശ്രമിച്ചിട്ടില്ല? കൗഡില്യൻ ശ്രമിച്ചിട്ടില്ല. ഇൻഡീഡ് വി ഡു നോട്ട് ഫൈൻഡ് എ സിംഗിൾ കോംപ്രഹെൻസീവ് ടേം വിത്തിൻ, അതായത് ട്രീറ്റേഴ്സ് അല്ലെങ്കിൽ അർത്ഥശാസ്ത്രക്കകത്ത് നമുക്കൊരു സിംഗിൾ ടേം ടു ഡിഫൈൻ ധർമ്മ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ കോംപ്രഹെൻസീവ് എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് എങ്ങനെയാണ് അവിടെ ഏത് വാക്കുപയോഗിച്ച് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഓൾ എംബ്രേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും എന്താ പറയാ, ലൈക്ക് അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരു എന്തിനാ എംബ്രേസിങ് എന്താ മലയാളം പറയാ, ഭയങ്കര ഇഷ്ടത്തോടെ എന്ന് പറയല്ലോ, നമുക്ക് എല്ലാം ആക്സെപ്റ്റബിൾ ആയിട്ട് നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു അർത്ഥമാണ് എംബ്രേസിങ് എന്നുള്ള വാക്കിന്. അപ്പൊ ഓൾ എംബ്രേസിങ് എന്നുള്ള വാക്കിനെ നമുക്ക് എങ്ങനെ ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ടേ. ഓൾ എംബ്രേസിങ് എന്ന് പറയുന്ന വാക്കിനെ എല്ലാത്തിനെയും വെച്ച് ചേർത്ത് പിടിക്കുന്നത് എന്നുള്ള അർത്ഥമായിട്ട് നമുക്ക് മാറ്റാം. അപ്പൊ ഇവിടെ പറയണത് എന്താ? ധർമ്മ എന്ന് പറയുന്ന വാക്കിനൊരു സിംഗിൾ കോംപ്രഹെൻസീവ്, എല്ലാം കൂടി ചേരുന്ന, എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്ന ഒരു ടേമിനെ നമുക്ക് എവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല? ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഓൾ എംബ്രേസ് ഓൾട്ടർനേറ്റീവ് അല്ല, അതായത് ഓൾട്ടർനേറ്റ് വാക്കല്ല തെരഞ്ഞത്. കൗടില്യം പറഞ്ഞത് എന്താ? എല്ലാ നിയമങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒറ്റ നിയമമായിട്ട് എനിക്ക് ഈ സൊസൈറ്റിയിലെ വെറൈറ്റി ഓഫ് ലോനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ കൗടില്യന്റെ വർക്കിൽ നമുക്ക് എല്ലാ ധർമ്മത്തിനും കൂടിയുള്ള ഒറ്റ ടേം ആയിട്ട് നമുക്ക് ഒന്നിനെയും കണ്ടുപിടിക്കാൻ പറ്റൂല എന്നുള്ളതാണല്ലോ പറഞ്ഞത്. അപ്പൊ ഓൾട്ടർനേഷൻ അതിന്റെ ഒരു പര്യായം ഒന്നുമല്ല നമ്മൾ തിരയുന്നത്. ഓക്കെ, വി ജസ്റ്റ് നീഡ് എ ടേം ദാറ്റ് ഇൻക്ലൂഡ്സ് എവ്രിതിങ്. എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് നമ്മൾ തപ്പിയത്. അതെവിടെ ഇല്ല? അത് അർത്ഥശാസ്ത്രയിൽ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഓൾട്ടർനേറ്റ് വരൂല. അമേസിങ് എന്ന് പറയുന്ന വാക്ക് ഒട്ടും വരൂല. ഇനി ഇൻട്രൂഗിങ് എന്ന് പറയുന്ന വാക്ക്, ഇൻട്രൂഗിങ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താ അറിയോ? ഇൻട്രൂഗിങ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താ അറിയോ? നമുക്കൊരു വണ്ടർ ഉണ്ടാക്കുന്ന എന്നുള്ള, അമേസിങ്ങിന്റെ പോലെ തന്നെ ഒരു മീനിങ് ആണ് ഇൻട്രൂഗിങ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അമേസിങ് അല്ലെങ്കിൽ ഒരു പര്യായം എന്നുള്ള അർത്ഥമൊന്നുമല്ല അവിടെ വന്നത്. ജസ്റ്റ് അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ടേം അത് കിട്ടിയിട്ടില്ല. എല്ലാം ഉൾക്കൊള്ളുന്നത്, എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതാണ് ഓൾ എംബ്രേസിങ്ങിന്റെ അർത്ഥം. സോ ഓപ്ഷൻ 4 വിൽ ബി ദ റൈറ്റ് ആൻസർ. കത്തിയോ? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ 4 ഓപ്ഷനിലുള്ള വാക്കുകളുടെ അർത്ഥം അറിയണം. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും. ഇല്ലെങ്കിൽ നമ്മൾ കറക്കി കുത്തുന്നത് ശരിയാവണം. ക്ലിയർ ആണോ? നിങ്ങൾ ഉറങ്ങിയോ? യെസ്, വെരി ഗുഡ്. വി ആർ മൂവിങ് ടു ദ penultimate question. Yes, good. Thanks for the response. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ് നമ്മള്. യെസ്,
The passage tells the reader that Kaudilya makes no attempt to reduce the variety of laws within society to the single category of dharma. This demonstrates his argument for the dash of laws. Easy ആയിട്ട് പറയാൻ പറ്റും. അതായത് പറഞ്ഞ എന്താ, എല്ലാ നിയമങ്ങളെയും ചേർത്ത് ഒരൊറ്റ സിംഗിൾ കാറ്റഗറിയിലേക്ക് ധർമ്മയെ പറയാനുള്ള ഒരു ശ്രമവും കൗടില്യൻ നടത്തിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർ എന്തുകൊണ്ടാണ് അങ്ങനെ നടത്താതിരുന്നുള്ള കാരണവും പറയുന്നുണ്ട്. എല്ലാ നിയമങ്ങളും വ്യത്യസ്തമാണ്. പ്ലൂരാലിറ്റി ഓഫ് ലോ ആർഗ്യൂസ് ഫോർ, കൗടില്യ ആർഗ്യൂസ് ഫോർ നമ്മൾ ഇവിടെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ലാസ്റ്റ് 4ാമത്തെ ലൈന് നോക്കുക. കൗടില്യ ബോത്ത് ഫോർമലി ആൻഡ് ഇൻ ഒബിറ്റർ ഡിക്റ്റ ആർഗ്യൂസ് ഫോർ ദ പ്ലൂരാലിറ്റി ഓഫ് ലോ. അയാൾ പറയുന്നത് എന്താ, നിയമങ്ങൾ വ്യത്യസ്തമാണ്. സോ ഹി ആർഗ്യുമെന്റ് ഫോർ ദ പ്ലൂരാലിറ്റി, not for the scientific view, not for the scholastic base, not for the jurisprudence. ഈ 3 സാധനങ്ങളും ധർമ്മശാസ്ത്രയുടേതാണ്, പോയിന്റുകളായിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഇവിടേക്ക് വരുന്ന സമയത്തോ പ്ലൂരാലിറ്റി ഈസ് ഓൾ അബൌട്ട് അർത്ഥശാസ്ത്ര. ക്ലിയർ ആണോ? പാരഗ്രാഫ് മനസ്സിലായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ജസ്റ്റ് നമുക്ക് ചിലപ്പോൾ പാരഗ്രാഫും പിന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പാരഗ്രാഫിലേക്ക് വീണ്ടും തിരിച്ച് ഫസ്റ്റ് ലാസ്റ്റ് വരെ വായിക്കേണ്ട പോലും ആവശ്യം വരില്ല. കൃത്യമായിട്ട് നമ്മൾ പാരഗ്രാഫിന്റെ മീനിങ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. We are moving to the final question of the set. The work of Kaudilya is significant because, എന്തുകൊണ്ടാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്ര ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വർക്കായിട്ട് മാറുന്നത്? അത് എവിടെ നോക്കിയാൽ മതി? സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന വാക്ക് എവിടെ ഉപയോഗിച്ചാൽ നോക്കിയാൽ മതി? 2ാമത്തെ സെന്റൻസിന്റെ ലാസ്റ്റിലേക്ക് നോക്കുക. The significance of Kaudilya's work is for the history of law in India rests primarily on the fact that it provides a different and in many respect unique lens into that of history എന്നുള്ളതാണ്. അതായത് it works as an alternative view of the history of law in India. ഇന്ത്യയിലെ നിയമസംഹിതയെ കുറിച്ചുള്ള ചരിത്രത്തെ നോക്കുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ഉണ്ടായിരുന്നത്. അതായിരുന്നു അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ആദ്യത്തെ ഓപ്ഷൻ നോക്കുക. it works as a complete view of the history of law. നിയമത്തിന്റെ കുറിച്ചുള്ള മുഴുവൻ ചരിത്രവും അർത്ഥശാസ്ത്രയിൽ ഉണ്ട് എന്ന് പറയുന്നില്ല. അപ്പൊ ഓപ്ഷൻ 1 വരൂല. ഓപ്ഷൻ 3 നോക്കുക. it works as a scholar's view that is identical to the science of dharma. സയൻസ് ഓഫ് ധർമ്മ എന്ന് പറഞ്ഞാൽ ധർമ്മശാസ്ത്രയോട് താതാത്മ്യമുള്ള അല്ലെങ്കിൽ അതിനോട് സാമ്യതയുള്ള ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു. അല്ല, ധർമ്മശാസ്ത്രയുമായിട്ട് അർത്ഥശാസ്ത്രയ്ക്ക് ഒരു ബന്ധമില്ല. ധർമ്മശാസ്ത്രം പ്യൂർലി ബ്രാഹ്മണിക്കൽ സ്കോളാസ്റ്റിക്സ് പെർസ്പെക്റ്റീവ് ആണ്. അർത്ഥശാസ്ത്രയിലേക്ക് വരുമ്പോഴോ അത് പൊളിറ്റിക്സ് ആയിരുന്നു, എക്കണോമിക്സ് ആയിരുന്നു. സോ ഓപ്ഷൻ 3 വരൂല. ഇനി ഓപ്ഷൻ 4 വായിച്ചു നോക്കുക. it works as a perspective that fits into the contemporary ideas on dharma of his time. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ധർമ്മയുടെ അല്ലെങ്കിൽ ധർമ്മത്തെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവിന് ഫിറ്റ് ആവുന്ന തരത്തിലുള്ള ഒരു വർക്കായിരുന്നു. അല്ല, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ധർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മശാസ്ത്രയിൽ പറയുന്ന ബ്രാഹ്മണിക്കൽ ട്രഡീഷൻ ആയിരുന്നു. അതിൽ നിന്ന് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കൗടില്യൻ വെച്ചത്. അപ്പൊ 1ഉം വരൂല, 3ഉം വരൂല, 4ഉം വരൂല, 2 വരുള്ളൂ. അങ്ങനെ വായിച്ച് മനസ്സിലാക്കാനും അങ്ങനെ ആലോചിക്കാനും ഒക്കെ ഉള്ള സമയം മുമ്പ് കണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കോംപ്രഹെൻഷന്റെ ക്വസ്റ്റ്യൻസ് എന്തുണ്ടാക്കാൻ? കോംപ്രഹെൻഷന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എൽസ് വി കൻ വൈൻഡ് അപ്പ്. സോ താങ്ക് യു. ഗുഡ് നൈറ്റ്.